മൂന്നാറിലെ ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി. ക്രെയിനിന് സാങ്കേതിക തകരാറുണ്ടായതാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങാൻ കാരണമായത്. 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ അടക്കം 5 പേരാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബോബൻ ചേരുകയാണ്. ബോബൻ, മണിക്കൂറുകളാണ് ഈ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങി വിനോദസഞ്ചാരികളെ ഇറക്കാനാവാതെ ഇരുന്നത്. സാങ്കേതിക തകരാറാണെന്നാണല്ലോ പറയപ്പെടുന്നത്. എങ്ങനെയാണ് പിന്നെ ഇവരെ ഇറക്കിയത്? എന്തൊക്കെ നടപടിക്രമങ്ങളാണ് എടുത്തത്? മായ, മൂന്നാറിന് സമീപം സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ 5 പേരെയും ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇവരെ 4 പേരെയും താഴെ എത്തിക്കാൻ കഴിഞ്ഞത്. ക്രെയിനിന്റെ സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് ഈ സ്ഥാപനം നടത്തുന്നവർ അറിയിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കണ്ണൂർ സ്വദേശികളായ ദമ്പതികളും ഇവരുടെ 2ഉം 4ഉം വയസ്സുള്ള കുട്ടികളും ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങിൽ എത്തിയത്. ഏതാണ്ട് 120 അടി ഉയരത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഈ സ്കൈ ഡൈനിങ്. മൂന്നാറിന്റെ ഉൾപ്പെടെ വിശാലമായ ആകാശ കാഴ്ചകൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി വിനോദസഞ്ചാരികളാണ് ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഈ മേഖലയിൽ, ഈ ആനച്ചാലിൽ എത്തിക്കൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് ഏതാണ്ട് 6 മാസത്തോളമായി സ്ഥാപനം തുടങ്ങിയിട്ട്, എന്നാൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സ്ഥാപനം നടത്തുന്നവർ അറിയിക്കുന്നത്. ഇപ്പോൾ ക്രെയിനിന്റെ ഹൈഡ്രോളിക് ലിവർ തകരാറിലായതാണ് അപകട കാരണമെന്നാണ് ഇവർ അറിയിക്കുന്നതും. 120 അടിയോളം ഉയരത്തിലാണ് സഞ്ചാരികൾ കുടുങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം കുടുങ്ങി ഇവരെ പുറത്തെത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമം മൂന്നാറിൽ നിന്നും അടിമാലിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം നടത്തിയിരുന്നു. പിന്നീട് വടം കെട്ടി ഫയർഫോഴ്സ് സംഘം മുകളിലെത്തി ഈ 5 പേരെയും ഓരോരുത്തരെയായി ആദ്യം കുട്ടികളെയും പിന്നീട് ഇവരുടെ മാതാപിതാക്കളെയും പിന്നീട് ജീവനക്കാരനെയും താഴെ എത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിന്റെ തകരാറ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും 4.5 മണിക്കൂർ സമയമാണ് ഈ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുടുങ്ങിപ്പോയത്. 16 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന സംവിധാനമാണ് ഇത്. എന്നാൽ ഇന്ന് ആളുകളുടെ എണ്ണം കുറവായിരുന്നു. 4 പേർ മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾ ഇല്ലാതിരുന്നതും അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവർ സുരക്ഷിതരാണ്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. മായ, ബോബനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.